ഹലോ, ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്കെങ്ങനെയാണ് കോറിയോപ്സിസ് ടിങ്ക്ടോറ എന്ന ഫ്ലവറിങ് പ്ലാന്റിനെ സീഡിൽ നിന്നും ഫ്ലവേഴ്സ് വരെ ആക്കുന്നതെന്ന് കാണാം. സത്യത്തിൽ ഈ ചെടി അന്വേഷിച്ച് നടന്ന് എനിക്കൊരു മണ്ടത്തരമാണ് പറ്റിയത്. അതായത് നല്ലൊരു ട്രാപ്പിൽ ചെന്ന് വീണായിരുന്നു ആദ്യം. അതിനുശേഷം എനിക്ക് ഇതിൻ്റെ ഒറിജിനൽ സീഡ് കിട്ടിയത് ഇഫാസ് ഗാർഡൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏതൊരു സീഡാണേലും മുളപ്പിക്കാനായിട്ടുള്ള ബെസ്റ്റ് മീഡിയം മണലും കോക്കോപീറ്റിൻ്റെ മിക്സാണ്. ഒരു 70% മണലും 30% കോക്കോപീറ്റുമാണ് ഞാനെല്ലാം മുളപ്പിക്കാനായിട്ട് എടുക്കുന്നത്. അങ്ങനെ മുളപ്പിക്കാനിട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഏകദേശം സീഡും ജെർമിനേറ്റ് ചെയ്ത് വരുവേ. ഇനിയൊരു ടിപ്പ് പറഞ്ഞുതരാം. ഈ പ്രായത്തിലുള്ള, അതായത് ഇങ്ങനെ മുളച്ച് വരുന്ന ചെടികൾ പെട്ടെന്ന് വളർന്ന് കിട്ടാനും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും പറ്റിയൊരു ഫെർട്ടിലൈസറാണ് ലിക്വിഡ് സീവീഡ് ഫെർട്ടിലൈസറെ. ഏകദേശം ഒരു 4 ഇല പരുവാകുമ്പോഴത്തേക്ക് ഇതുപോലുള്ളൊരു ചെറിയ ചെടിച്ചട്ടിയിലോട്ട് ഇതിനെ പറിച്ച് മാറ്റാവേ. പിന്നീട് അത് വളർന്ന് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ചെടിച്ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കണം. ഇനി തൊട്ട് നമുക്ക് ലിക്വിഡ് സീവീഡ് ഫെർട്ടിലൈസറോ അല്ലെങ്കിൽ ലിക്വിഡ് ഫെർട്ടിലൈസറോ അല്ല, കൂടുതലായിട്ടും സോളിഡ് ആയിട്ടുള്ള ചാണകം, ആട്ടുംകാഷ്ടം, അതുപോലെ കമ്പോസ്റ്റ്, അങ്ങനെ ഏത് ഫെർട്ടിലൈസർ വേണമെങ്കിലും ഉപയോഗിച്ച് തുടങ്ങാം. ഞാൻ മാറ്റി നട്ടതെന്ന് വെച്ചാൽ 5-6 ഒരുമിച്ചൊരു വലിയ ചെടിച്ചട്ടിയിലോട്ടാണ്. ഇങ്ങനെ തന്നെ വെക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഒരെണ്ണമാണ് ഒരു ചട്ടിയിൽ ഇഷ്ടമെങ്കിൽ അങ്ങനെ വെച്ചാലും മതി. ഞാൻ കൂടുതലായിട്ട് ഉപയോഗിച്ച വളങ്ങൾ ചാണകവും കമ്പോസ്റ്റുമാണ്. അത് ആഴ്ചയിൽ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ഗ്രോത്ത് ഭയങ്കര റാപ്പിഡായിരിക്കും. പെട്ടെന്നായിരിക്കും ഇതിൻ്റെ ഇലയുടെ ഷേപ്പൊക്കെ മാറുക. നീണ്ടൊരു സ്റ്റോക്ക് ഇങ്ങനെ പൊക്കത്തോട്ട് വരും. നിറച്ച് മുട്ടായിരിക്കും. മുട്ട് വന്ന് തുടങ്ങിയ സമയത്ത് എനിക്ക് കുറച്ചൊരു പ്രാണികളുടെ അറ്റാക്ക് ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അടിച്ചു കൊടുത്ത പെസ്റ്റിസൈഡ് മാജിക് എന്ന് പറയുന്ന ഒരു പെസ്റ്റിസൈഡാണേ. ഒറ്റ അടിച്ചോളൂ, അപ്പോൾ തന്നെ അത് നല്ല എഫക്റ്റീവ് ആയിരുന്നു. പിന്നെ എനിക്ക് അടിക്കേണ്ടി വന്നിട്ടില്ല. ഈ കോറിയോപ്സിസ് വാങ്ങിച്ചപ്പോഴത്തേക്ക് ആദ്യത്തെ സെല്ലറിനെ പറ്റിച്ചെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ രണ്ടാമത്തെ സെല്ലറിൻ്റെ നിന്നും മടിച്ചാണ് സംഭവം വാങ്ങിക്കുന്നത്. പറ്റിക്കോ ഇല്ലയെന്നൊന്നും അറിയത്തില്ലല്ലോ. ഇങ്ങനെ വിത്ത് കൈ കിട്ടിയപ്പോഴത്തേക്ക് ദയടാ, എന്നെ പറ്റിച്ച്, എനിക്ക് അബദ്ധം പറ്റിയ ചെടിയില്ലേ, അതേ ചെടിയുടെ അതേ വിത്ത്. അങ്ങനെ ഞാൻ സെല്ലറിനോട് പറഞ്ഞു, എന്നെ പറ്റിച്ചോ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചോട്ടോ. അവർ 100% പറഞ്ഞത് എൻ്റെ വീട്ടിലെ ചെടിയിൽ നിന്ന് ഞാൻ എടുത്ത് തന്നെയാണ്, കുട്ടി കിളിപ്പിച്ച് നോക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് കിളിപ്പിച്ച് നോക്കി. ഒറിജിനലായിട്ടുള്ള പ്ലാന്റ് ആയിരുന്നു. ആദ്യത്തെ സെല്ലർ എന്നെ പറ്റിച്ച കാരണത്തേക്ക് എനിക്ക് രണ്ടാമതൊരാളെ കൂടി വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ടാകുകയാണ് ചെയ്തത്. ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങൾക്ക് 2 പേർക്കും നല്ല വിഷമമായിട്ടുണ്ട്. ചെടി ഏതാണ്ട് ഈ ഒരു പരുവായപ്പോഴാണ് എന്നെ പറ്റിക്കപ്പെട്ടില്ലെന്ന് എനിക്ക് ബോധ്യമായത്. ഏതാണ്ട് ആ ഒരു സമയം വരത്തേക്കും 2 ചെടികൾ ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതിലും കോമഡി എന്താന്ന് വെച്ചാൽ ഈ 2 വ്യത്യസ്ത ചെടികളുടെയും വിത്ത് ഇരട്ട പെറ്റ മക്കളെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഒരു വ്യത്യാസം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത് മുളച്ചു വരുന്ന ഇലകളുടെ ഷേപ്പ് പോലും ഒരുപോലെയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഇവർ 2 പേരും ഒരേ ഫാമിലിയിൽപ്പെട്ട ആളുകളാണെന്ന് എനിക്ക് പിന്നെയാണ് കേട്ടോ മനസ്സിലായത്. എന്നാലും നമ്മൾ വിത്തൊക്കെ വാങ്ങിക്കുന്നത് ഈ പൂച്ചെടിയുടെയൊക്കെ പടം കണ്ടിട്ടാണല്ലോ. അപ്പോൾ ഈ പൂവും വെച്ചിട്ട് ആ ചെടി തരുന്നത് മോശമല്ലേ? അതുമല്ല, ഇങ്ങനത്തെ ജെന്യൂൻ അല്ലാത്ത ആൾക്കാർ കാരണം അനുഭവിക്കുന്നത് സാധാരണപ്പെട്ട നല്ല ആൾക്കാരും. ഇനി നമുക്ക് ചെടിയിലോട്ട് തന്നെ തിരിച്ചു പോകാം. പിന്നെ ഈ ചെടീനെ ഈ വേനൽക്കാലത്ത് ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്നാലും ഇതിന് സൺലൈറ്റ് വേണം. അത്യാവശ്യം ഒരു 3-4 മണിക്കൂറെങ്കിലും സൺലൈറ്റ് വേണം കേട്ടോ. രാവിലെ ഉദിച്ചു വരുന്ന സൂര്യൻ്റെ വെയിൽ കിട്ടുന്നിടത്ത് വെക്കുന്നത് നല്ലൊരു ചോയ്സ് ആയിരിക്കുമേ. ഇത്രയൊക്കെ ശ്രദ്ധിച്ചു കൊടുത്താൽ തന്നെ എളുപ്പത്തിൽ ഇതുപോലെ പൂവിട്ട് കിട്ടും. ആദ്യം നട്ട ചെടിയാണ് കേട്ടോ ഈ പൂത്ത് നിൽക്കുന്നത്. ഇനിയും ധാരാളം മുട്ട അതിൻ്റെ അകത്തുണ്ട്. എല്ലാം വിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതിലും രസമായിരിക്കും അല്ലേ. ഇപ്പം എൻ്റെ അടുക്കെ ഈ ഒരു അവസ്ഥയാണ് കേട്ടോ ചെടി ഇരിക്കുന്നത്. ഈ കോറിയോപ്സിസ് ടിങ്ക്ടോറ എന്ന് പറയുന്ന ഈ ചെടിക്ക് ഒരു 4 കളറോളം ഉണ്ട്. ഈ യെല്ലോ കളറിൽ റെഡ് കളർ കയറി വരുന്നതും കുറയുന്നതും ഒക്കെ അനുസരിച്ച് ഇതിൻ്റെ കളർ മാറിക്കൊണ്ടേ ഇരിക്കുവേ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ചെടീനെ പറ്റിയിട്ട് പറയാനായിട്ട് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന വളരെ ഭംഗിയുള്ളൊരു ചെടിയാണ്. അപ്പോൾ ഇതുവരെ വളർത്തിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.